കഴിച്ചു നോക്കിക്കേ, എങ്ങനെയുണ്ട്? ടേസ്റ്റി ടേസ്റ്റി ആണോ? ആ, നല്ല പഞ്ഞി പോലെ നമുക്ക് കിട്ടും. അരിപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല അല്ലേ? കൈ കാണിച്ചോ? യമ്മി യമ്മി ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ യമ്മി കാണിക്കുന്നത്. ആ, കൊള്ളാം. ഏയ് ഹനിക്കുട്ടി, വീട്ടിൽ ചോറ് ബാക്കിയിരിപ്പുണ്ടോ? ചോറ് ബാക്കിയിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ. ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അപ്പമല്ല ദോശയല്ല, എന്നാൽ കിടിലനൊരു ബ്രേക്ക്ഫാസ്റ്റാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണേ. 250 ml കപ്പാണ്. അപ്പോൾ അതിന് തന്നെ ഒരു ബൗളിലോട്ട് അരിപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കുക, കട്ടയില്ലാണ്ടൊന്നും എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മാവൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് ചോറാണ് ചേർക്കുന്നത്. നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ ചോറ് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് 250 ml കപ്പിലാണ് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറ്. ഏത് തരത്തിലുള്ള ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ കുത്തരിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ വെള്ളരിയാണെങ്കിലും അതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ്, അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ചേർക്കുന്നത് വേറെ ഒന്നിനുമല്ല, ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഉലുവയും പഞ്ചസാരയും ചേർക്കുമ്പോൾ നല്ല നാച്ചുറലായിട്ട് നമുക്ക് മാവ് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. ഇത് മധുരത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണേ, അപ്പോഴേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങൾ അരച്ചെടുക്കണം കേട്ടോ, ഇതുപോലെ. അതിനുശേഷം നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് മാവ് കുറച്ചൊന്ന് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, മാവ് ടൈറ്റായിട്ടിരിക്കരുത്. ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ഒഴുക്കം പാകത്തിന് വേണം മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതാ ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഒരു മിനിമം 12 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. നാളെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അതുവരെ മാവൊന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ ഇനി രാവിലെ. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ മാവ് കലക്കി വെച്ചിരുന്നു, എന്തായെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ടെക്സ്ചർ കണ്ടോ, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. സോഡാപ്പൊടി ഈസ്റ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ കലക്കി വെച്ചതാണ്, എങ്കിൽ കൂടി മാവിൻ്റെ ടെക്സ്ചർ ഉണ്ടോ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഉപ്പൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ട് നോക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാവ് നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് നമ്മുടെ അപ്പം വരുള്ളൂ കേട്ടോ. കണ്ടോ, ഈ ഒരു പാകത്തിനാണ് വേണ്ടത്, ഇതുപോലെ ഇരിക്കണം കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ എന്താ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ സിമ്മിൽ വേണം കേട്ടോ തീ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതി കറക്റ്റായിട്ടൊന്ന് നോക്കിക്കോണേ, സ്കിപ്പ് ചെയ്യല്ലേ, എന്നാലും ഇത് കറക്റ്റായിട്ട് നമുക്ക് അപ്പം ചൂടാനായിട്ട് പറ്റുള്ളൂ. ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ചുറ്റിക്കാനോ പരത്താനോ ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ചെറിയ ചെറിയ കുമിളകൾ ഇതുപോലെ വന്നു തുടങ്ങും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വേവിക്കാം. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടില്ലേ, നിറയെ ഇതുപോലെ ഹോളുകൾ ഇങ്ങനെ വന്ന് കിട്ടും. ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്, 2 സൈഡ് മൊരിഞ്ഞു. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം അപ്പങ്ങളൊന്ന് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നല്ല പഞ്ഞി പോലത്തെ ടെക്സ്ചറാണേ, കണ്ടില്ലേ. അപ്പോൾ ഞാനിത് ബീഫ് കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്കിത് എന്ത് കറിയുടെ കൂടെയും കഴിക്കാം, വെജിറ്റബിൾ കറിയോ മുട്ടക്കറിയോ ചട്നിയോ ഏതിൻ്റെ കൂടെയും നല്ല കിടിലായിട്ടിത് പോവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല, ദോശയുടെ ടേസ്റ്റ് അല്ല, പക്ഷേ ഒരു ഒറോട്ടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.
ഇത് കൊള്ളാമോ? ഈസ് ഇറ്റ് ടേസ്റ്റി?